ഹായ്, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഗൂഗിളിൻ്റെ പുതിയ അപ്ഡേഷനെ പറ്റിയും അതോടൊപ്പം തന്നെ വീഡിയോ ജനറേഷൻ, അതായത് വീഡിയോ ജനറേറ്റ് ചെയ്യുന്നുണ്ട് VO3 അല്ലെങ്കിൽ VO2 എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേഷനായിരുന്നു AI മോഡ് സെർച്ച് എന്ന് പറയുന്നത്. അതായത് ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യാൻ നേരത്ത് അത് നമുക്ക് പല ടാബുകൾ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാം. ഓള്, ഇമേജസ്, ഷോപ്പിംഗ്, അങ്ങനെയുള്ള പല ടാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ അതിൽ AI മോഡ് എന്ന് പറയുന്ന ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിപ്പോൾ യൂസിൽ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. സോ എങ്കിൽ നമുക്കത് VPN യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ അതെങ്ങനെയായിരിക്കും ട്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെ റിസൾട്ടുകളാണ് അതിൽ വരുന്നത്, SEOയിൽ അത് എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ടിൻ്റെ സ്ട്രക്ചർ, അത് നമുക്കതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്യാൻ നേരത്തെ ആ റിസൾട്ടിൻ്റെ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ്, നമ്മൾ വളരെ വേഗത്തിൽ റിസൾട്ടിലേക്ക് എത്തിക്കുമോ, നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ റിസൾട്ട്സുകളാണ് നമുക്ക് തരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. സോ നമുക്ക് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെ ഇത് നമുക്ക് ഏത് VPN ആണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് AI മോഡിൽ സെർച്ച് ചെയ്ത് നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കറണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ള യൂസിലാണ്. സോ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് VPN യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാനാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ടർബോ VPN ആണ്. നിങ്ങൾ ഈ ഒരു ടർബോ VPN ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് US ആയിട്ട് കണക്ട് ചെയ്യുക. US ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുറി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ഇത്തരം ടാബ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഓള്, വീഡിയോസ്, ഇമേജസ്, ന്യൂസ്, ഇങ്ങനെയുള്ള ടാബുകളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് അപ്പോൾ കാണാൻ പറ്റും AI മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. സോ AI മോഡിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഞാനിവിടെ ജസ്റ്റ് സെർച്ച് ചെയ്തിരിക്കുന്ന വാട്ട് ഈസ് AI മോഡ് സെർച്ച് എന്നുള്ളത് തന്നെയാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും AI മോഡ് സെർച്ച് റെഫേഴ്സ് ടു എ ന്യൂ generation of search engine or enhanced feature within existing search engines that utilize artificial intelligence, particularly machine learning and natural language processing NLP, to deliver more accurate, relevant and personalized search results. Okay, അതോടൊപ്പം തന്നെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് AI മോഡ് സെർച്ച് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക്, അതായത് ഇതിനെപ്പറ്റിയുള്ള ഒരു ഡയറക്റ്റ് വാട്ട് ഈസ് AI മോഡ് സെർച്ച് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഓൾ നമുക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വരുന്ന റിസൾട്ട് അതിൽ നമുക്കൊരു ഓവർവ്യൂ കാണിച്ചു തരും. അതായത് AI ഓവർവ്യൂ ആണ് ഇത്. നമുക്ക് എവിടെന്നെങ്കിലും ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു റിസൾട്ട് എവിടെയാണ്, വെബ്സൈറ്റിലാണ് ഉള്ളത്, അതിൻ്റെ ഓവർവ്യൂ ആണ് ഇവിടെ നമുക്ക് റിസൾട്ടായിട്ട് കാണിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലും നമുക്ക് ഒരുപാട് ലിങ്കുകൾ കാണിച്ചു തരും. AI മോഡിലേക്ക് നമ്മളത് സ്വിച്ച് ചെയ്ത് മാറ്റാൻ നേരത്ത് ഇവിടെ വരുന്നത് എന്താണ് AI മോഡെന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള തന്നിട്ടുണ്ട്, അതിനെപ്പറ്റി നോട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെ സൈഡിൽ ഒരു 15 സൈറ്റുകൾ, വെബ്സൈറ്റുകൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള 15 വെബ്സൈറ്റുകൾ നമുക്കിന്ന് തന്നിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് ഒരെണ്ണം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ദി ബെസ്റ്റ് MBA കോളേജസ് ഇൻ കേരള എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ഓളിൽ തന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. കുറച്ച് ഓളിൽ നോക്കി കഴിയുമ്പോൾ ഒരുപാട് ലോഗോയൊക്കെ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിനി ഇത് AI മോഡിലേക്കൊന്ന് സ്വിച്ച് ചെയ്ത് മാറ്റാം. AI മോഡിൽ ഞാൻ എന്നിട്ട് സെർച്ച് ചെയ്യുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് വരുന്നത് ചോദിക്കാം. അപ്പോൾ നമുക്കിവിടെ if you are looking for best MBA colleges in Kerala, here are a summary of top ranked institutions based on the provided search results. Okay, ഇവിടെ നമുക്ക് കുറേ സൈറ്റുകൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേന് ടോപ്പായിട്ടുള്ള ഒരുപാട് സൈറ്റുകൾ, ശിക്ഷ, കോളേജ്, വിദ്യ,
അങ്ങനെ ഒരുപാട് സൈറ്റുകൾ നമുക്ക് ഇവിടുന്ന് ഒരു 8ഓളം സൈറ്റുകൾ തന്നിട്ടുണ്ട്. കാരിയേഴ്സ് 360, ഓക്കെ, കോളേജ് ദുനിയ, വിക്കിപീഡിയ, ശിക്ഷ, ഓക്കെ, ഒരുപാട് റിസൾട്ട്സുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വേഗത്തിൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലേക്കാണിത് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നും നമുക്ക് ആ ഒരു കോൺടാക്ട് നമ്പറും ഒക്കെ എടുത്ത് നമുക്ക് വളരെ വേഗത്തിൽ, അതായത് നമ്മൾ മാനുവലി സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ AI മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റിസൾട്ട് വേണ്ടത് അത് കറക്റ്റായിട്ട് നമുക്ക് ഇടുന്ന് തരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഓടി ചെന്ന് നമ്മൾ ഓരോന്ന് വെച്ച് സെലക്ട് ചെയ്ത് തപ്പി എടുക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ ഇപ്പം സൈറ്റും അതോടൊപ്പം തന്നെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ അപ്പം ഇവിടെ നമുക്ക് വളരെ വേഗത്തിൽ റിസൾട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇച്ചിരൂടെ ഒരു നീണ്ട ഒരു കുറി കൊടുത്ത് ഹൗ ടു സെറ്റ് കൺവേർഷൻ ട്രാക്കിംഗ് ഇൻ ഗൂഗിൾ ആഡ്സ് എന്നുള്ള അടുത്ത് ഞാൻ എൻ്റെ പ്രസ് ചെയ്യുന്നു. എൻ്റെ പ്രസ് ചെയ്യുമ്പോൾ ഓളിലാണ് വന്നിരിക്കുന്നത്. ഓൾ വന്നു കഴിയുമ്പോൾ ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് യൂട്യൂബിൻ്റെ ലിങ്കൊക്കെ തന്നിട്ടുണ്ട്. സോ നമുക്കിത് മോഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചും കൂടെ ഒരു പർപ്പസ്ഫുള്ളി ആയിട്ടുള്ള ആ ഒരു റിസൾട്ടിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ക്വറിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലോങ് ആയിട്ടുള്ള കീവേഡ്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും വളരെ വേഗത്തിൽ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ആൻസേഴ്സ്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഹിയർ ഇസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദ പ്രോസസ്സ്. നമുക്ക് ആ ഒരു ബ്രേക്ക് ഡൗൺ പ്രോസസ്സ് ഡയറക്റ്റ് തന്നേക്കുവാണ്. കൺവെൻഷൻ ആക്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഓരോ സ്റ്റെപ്പുകളും വളരെ നമ്പർ ഇട്ട് ബുള്ളറ്റ് പോയിൻറ്റ്സ് ഇട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നേക്കുവാണ്. ഓക്കെ, നമുക്കത് ഇനി മേലോട്ട് പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ ടോപ്പ് 10 സൈറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഗൂഗിളിൻ്റെ ഹെൽപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഗൂഗിൾ വേഡ് സ്ട്രീം ഉണ്ട്, അതുകൊണ്ട് ഗൂഗിൾ ഹെൽപ്പ്, ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ ഫോർ ഡെവലപ്പേഴ്സ്, അങ്ങനെ ഒരുപാട് ഏതായാലും 10 വെബ്സൈറ്റുകൾ നമുക്ക് ഇവിടുന്ന് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്യാം. സോ ഇതിനൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇനി SEOയിലൊക്കെ വരുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇനി ഇവിടെ വേണം കൂടുതൽ റിസൾട്ടുകൾ, ഈ ഒരു സൈറ്റിൻ്റെ സൈഡിലൊക്കെ വേണം ഇനി SEOയിൽ വരുന്ന ആ റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാലായിരിക്കും കൂടുതൽ ആളുകൾ ഇനിയിപ്പം മറ്റുള്ള കൺട്രീസിലേക്ക് ഇത് വന്നു കഴിയുമ്പോൾ എല്ലാവരും AI മോഡിലാക്കിയിട്ട് സെർച്ച് ചെയ്യാനുള്ള വളരെയധികം സെർച്ചുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ടാബുകൾ പലതും നോക്കാനുള്ള ചാൻസുകൾ ഉള്ളതുകൊണ്ട് AI മോഡായിരിക്കും കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നതും. സോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ റിസൾട്ടിലേക്ക് എത്തും. കാരണം ആർക്കും ടൈമില്ല. അവർ എല്ലാം സ്ക്രോൾ ചെയ്ത് ഒരുപാട് പേജുകളൊന്നും പോയി നേരത്തെ നോക്കില്ല. ഇനിയിപ്പോൾ ഈ ഒരു ഫീച്ചർ വരുന്നതോടുകൂടി ഇനി വളരെയധികം കുറവാണ്. സോ വളരെ വേഗത്തിൽ റിസൾട്ട് എത്തിക്കാനാണ് നോക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ഇനി ഇവിടേക്കാണ് ആയിരിക്കും കൂടുതലും റാങ്ക് ചെയ്ത് വരേണ്ടത്. സോ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി അതുപോലെ നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ചെയ്യിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നല്ല ക്വാളിറ്റി കോണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം ഇവിടെ റാങ്കിങ്ങിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്നും ധാരാളം ട്രാഫിക്കുകളും ക്ലിക്കും ലീഡ്സും എൻക്വയറീസും എല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ AI മോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ VPN ജസ്റ്റ് ടർബോ VPN അല്ലെങ്കിൽ ടെസ്റ്റ് VPN ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് AI മോഡിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് AI മോഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ അപ്പോൾ നിങ്ങളിത് നോക്കുക. സോ ഇനിയും ഇതിൽ SEOയിലൊക്കെ റാങ്കിങ് വരുമ്പോൾ തന്നെയുള്ള ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരും. SEO ഒക്കെ കൂടുതൽ ഇതിൽ വേണം വരുവാനായിട്ട്. കാരണം ഓൾ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഇനിയിപ്പം ഇങ്ങനെയൊക്കെയുള്ള സെർച്ചസ് ആയിരിക്കും കൂടുതൽ സംഭവിക്കാൻ സാധ്യത. സോ അതൊക്കെ നന്നായിട്ട് നോക്കണം. സോ അതിനായിട്ടുള്ള കണ്ടൻറ്റുകളും അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യും. സോ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട്സുകൾ നോക്കുക. പല റിസൾട്ടുകൾ, പല എൻക്വയറീസ്, പല ക്വറീസ്, ഷോർട്ടായിട്ടുള്ളതും ലെങ്ത് ആയിട്ടുള്ളതും ഇതുപോലെ ഓരോ സ്റ്റെപ്പായിട്ട് കിട്ടാവുന്ന രീതിയിലുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ടുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കുക. സോ താങ്ക് യു.